എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കിട്ടിയ രണ്ട് കമൻറ്റുകൾക്ക് മറുപടി തരാം. ആദ്യത്തേതെന്ന് വെച്ചാൽ, ഞാൻ അസീല പൊളിറ്റിക്കയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനകത്തൊരു സഹോദരൻ പറഞ്ഞു, അദ്ദേഹം അറിയുന്ന ആരോ രണ്ടോ മൂന്നോ പ്രാവശ്യം പുതുക്കിയതിന് ശേഷം ഇന്ത്യയിൽ പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഞാൻ അറിയുന്ന ആളുകളും ഇന്ത്യയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പേപ്പർ ഉണ്ടാക്കിയിട്ട് ഇന്ത്യ പോകാൻ വേണ്ടിയിട്ട് പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റാതെ നേപ്പാളിൽ പോയിട്ട് അവിടെ നിന്ന് ഇന്ത്യയിൽ പോയിട്ട് തിരിച്ചു വന്ന ആളെ എനിക്കറിയാം. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് കുറേ നാൾ അദ്ദേഹം വെയിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഏകദേശം 3 വർഷത്തോളം അദ്ദേഹം വെയിറ്റ് ചെയ്തു ഈ പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഒരു കമ്പനിയിൽ, അസീല പൊളിറ്റിക്കൻ്റെ പേപ്പർ ഉണ്ടാക്കി അദ്ദേഹം ഒരു കമ്പനിയിൽ 1200 യൂറോ സാലറിയിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇന്ത്യക്ക് പോകാനായിട്ട് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ, പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റാതെ വന്ന് അദ്ദേഹം കിട്ടിയ പേപ്പർ തിരിച്ചു കൊടുത്ത് ഇന്ത്യൻ പാസ്പോർട്ട് മേടിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇങ്ങനെ സംഭവമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഓരോരുത്തർക്ക് സംഭവിക്കുന്നത് നിങ്ങളെ അറിയിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ പെൺകുട്ടി ഇതുപോലെ തന്നെ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്ത് അദ്ദേഹത്തിന് സാധിച്ചില്ല, അദ്ദേഹം തിരിച്ചുപോയി എന്ന് വിചാരിച്ച് എല്ലാ ആളുകൾക്കും അത് കിട്ടില്ല എന്നോ അത് കിട്ടുമെന്നോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ ഒക്കെ നമ്മളോട് പറയുമ്പോൾ, ഒരു വഴിക്ക് പോകുമ്പോൾ ആ വഴിയിൽ ഒരു പട്ടിയുണ്ട്, കടിക്കുന്ന പട്ടിയുണ്ട്, നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു വിടും. എന്ന് വിചാരിച്ച് ആ പോകുന്ന ആളുകളെയൊക്കെ പട്ടി കടിക്കുന്നു എന്നല്ല അർത്ഥം. എന്ന പോലെ ഓരോ സംഭവങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുക, അല്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം എനിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പേപ്പർ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള പേപ്പർ അത് സനത്തോടെ തുറക്കുമോ എന്നുള്ള ഒരു സംശയം ഞാൻ പ്രകടിപ്പിച്ചായിരുന്നു. അത് അന്ന് ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ ബേസിലാണ് ഞാനത് പറഞ്ഞത്. ഈ സനത്തോറിയയിലെ ഓപ്പൺ പേപ്പറിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാവും അറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ സഹോദരി പറഞ്ഞത് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യരുത്, പോസിറ്റീവായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. നല്ലൊരു കമൻറ്റ് എനിക്ക് ഇട്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഏജൻസിക്കാർ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഈ കാര്യങ്ങൾ ചെയ്യുന്ന ചില ആളുകളൊക്കെ പറയും, അഥവാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോര് 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ഉണ്ടാക്കി തിരിച്ചു പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പ്രലോഭിപ്പിക്കാറുണ്ട്. നാട്ടിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം കയറി ചെന്നാൽ നിങ്ങൾക്ക് 2 വർഷത്തിനുള്ളിൽ പേപ്പർ ഉണ്ടാക്കി പോരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ട്. അതിൻ്റെ ബേസിൽ അവരെന്നാ ചെയ്യണേ, അവർ 5 ലക്ഷം എന്നുള്ളത് 8-10 ലക്ഷം രൂപയൊക്കെ അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ ഇല്ലായ്മയിൽ നിന്ന് കടവും അല്ലെങ്കിൽ ലോൺ എടുത്ത് അല്ലെങ്കിൽ കെട്ടുതാലി വരെ പണയം വെച്ചിട്ടൊക്കെയാണ് അവർ പോരുന്നത്. അതിനേക്കാൾ ഉപരി അവർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ പോരുമ്പോൾ ഇവരുടെ കുട്ടികളെ പല സ്ഥലങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് അവർ പോരുന്നത്. പല ആളുകൾ, ഞാനറിയുന്ന പല ആളുകൾ ഹോസ്റ്റലിൽ ഏൽപ്പിച്ചിട്ടാണ് പോരുന്നത്. കാരണം 2 വർഷത്തേക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കരുതിയാണ് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം അവരവിടെ അറിയുന്നത് ഇത് അത്ര എളുപ്പമല്ല എന്നുള്ളത്. ഏജൻസിക്കാരും പറഞ്ഞത് ശരിയല്ല, 2 വർഷം കൊണ്ടൊന്നും പോക്ക് നടക്കില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ അതുവഴി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു അവയർനെസ് കൊടുക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാനിതിനെ ഇതിപ്പോൾ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹിപ്പിക്കുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ അറിയുന്ന എൻ്റെ നാട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ വന്ന് ഈ കുട്ടികളുടെ പ്രശ്നത്തിലൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. സോ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പോരുള്ളായിരുന്നു, ഒരാൾ കുട്ടികളെ നോക്കിയിരുന്നേനെ. ഇപ്പോൾ കുട്ടികളെ ഹോസ്റ്റലിലാക്കിയിട്ട് അവരുടെ പഠനം ശരിയാകുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ വയസ്സായ അപ്പനെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, ഇപ്പോൾ അതും ബുദ്ധിമുട്ടായി, ഒരാൾ ഞങ്ങൾ തിരിച്ചു പോകേണ്ട ഒരു സ്റ്റേജാണ് എന്ന് പറയുന്ന നിരവധി ആളുകളെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്, നിങ്ങൾക്കൊരു അറിവിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, അല്ലാണ്ട് നിങ്ങളെ വേദനിപ്പിക്കാനല്ല. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും പേപ്പർ കിട്ടട്ടെ എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം.
ഇനി പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇറ്റാലിയൻ ഗവൺമെൻറ് 5 ലക്ഷം പേരെ അടുത്ത 3 വർഷം കൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശമുണ്ട്. ഇത് മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനമാണ്. ഇനി അത് പ്രാബല്യത്തിലാകണം. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ എന്നാണ് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത്, ഇതിൻ്റെ ഡിമാൻഡ്സ് ഒക്കെ എങ്ങനെയാണ്, എത്തരത്തിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നാൾ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ നിലവിൽ എൻ്റെ അറിവിൽ ഗസറ്റിൽ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അന്ന് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മന്ത്രിസഭ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ ഞാൻ അറിയിച്ചു എന്നുള്ളൂ. അന്ന് ടി വിയിലൊക്കെ ഉണ്ടായതും അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ ഇപ്പോൾ പല യൂട്യൂബിലും അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ ചെയ്തിട്ട് അവർ അവരുടെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ, അതായത് അവർ പറയുന്നത് ഇറ്റലിയിൽ ജോലി ചെയ്യാൻ ആളുകളില്ല, അല്ലെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് 5 ലക്ഷം ആളുകളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പല ഏജൻസിക്കാരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവർ 2 ലക്ഷം രൂപ വരെ അഡ്വാൻസ് ചോദിക്കുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇത് കേൾക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നിയമം പബ്ലിഷ് ചെയ്തിട്ട് മാത്രം ഇത് എങ്ങനെയാണ്, നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ഡീറ്റെയിൽ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾ പോകാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ഫ്ലൂസിലൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ നടന്നതായിട്ട് ഗവൺമെൻറ്റിനറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ നേരിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിലോ, അല്ലെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ പൈസ കൊടുക്കുക. അല്ലാതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആരെങ്കിലും വേണ്ടി സംസാരിച്ച് വെച്ചോ, പക്ഷേ പൈസ കൊടുക്കാനായിട്ട് നിങ്ങൾ അതിന് നിയമം വന്നതിന് ശേഷം, അത് ഗസറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ പൈസ കൊടുക്കുക. അത് തീർച്ചയായിട്ടും എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്, അവരുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ചെയ്യാൻ കാരണം. പല ആളുകളും ഞങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്, 2 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്തത്. പിന്നെ നമ്മുടെ 2024-25 റിസൾട്ടിനെ കുറിച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് വിടുന്നുണ്ട്. ഞങ്ങളുടെ ഏരിയയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു അഡ്വക്കേറ്റിനോട് ചോദിക്കാറുണ്ട്. അഡ്വക്കേറ്റ് പറഞ്ഞ് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് 2 പേർക്ക് നുള്ളോസ്ത റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവർക്ക് അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഏരിയ, ഞാൻ താമസിക്കുന്നത് നോർത്ത് ഇറ്റലിയിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 2 പേർക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു റിസൾട്ടുകൾ വരുമായിരിക്കും. എനിവേ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, ആരും വിഷമിക്കണ്ട. എല്ലാം അതിൻ്റെ സമയങ്ങളിലൊക്കെ നടക്കും. അപ്പോൾ പുതിയ വിശേഷമായിട്ട് വീണ്ടും വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.